അവർക്ക് ദൈവികമായ ഒരു ഉപദേശം കൊടുത്തു. അതൊരു ദൈവവചനമല്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചൈതന്യത്തിൽ നിന്നുള്ള ഒരു നല്ല ഉപദേശമാണ് കൊടുത്തത്. ആ ഉപദേശത്തെ ആ ദൈവജനം സ്വീകരിച്ചു, ആ ദൈവമക്കൾ സ്വീകരിച്ചു. അവർക്ക് ആ കുടുംബത്തിൽ ദൈവം രക്ഷയുടെ അനുഭവം തുറന്നു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉപദേശിക്കുന്നവരെ കാണുമ്പോൾ വെറുപ്പ് തോന്നരുത്. ഉപദേശം കേൾക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ, ആ പ്രകൃതത്തിൽ നിന്ന് സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശ്ലീഹ ഹെബ്രായ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 13-ാം തിരുലിഖിതത്തിൽ പഠിപ്പിക്കുകയാണ്. ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങൾ ഉള്ളിടത്തോളം കാലം എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ. പരസ്പര അമ്മ മക്കളെ ഉപദേശിക്കണം, അപ്പൻ മക്കൾക്ക് ഉപദേശങ്ങൾ കൊടുക്കണം, ജീവിത പങ്കാളിമാർ തമ്മിൽ നല്ല ഉപദേശങ്ങൾ കൊടുക്കണം. ഹല്ലേലൂയ. വികാരിയച്ഛന്മാർ ജനത്തിന് ഉപദേശം കൊടുക്കണം, സിസ്റ്റർമാർ കുടുംബങ്ങൾക്ക് ഉപദേശം കൊടുക്കണം, തമ്മിൽ ഉപദേശിക്കണം. ഹല്ലേലൂയ. ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങൾ ഉള്ള കാലത്തോളം എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ. ഇത് നിങ്ങൾ പാപത്തിൻ്റെ വഞ്ചനയാൽ കഠിന ഹൃദയരാകാതിരിക്കാൻ വേണ്ടി തന്നെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിന് ചില കൈപ്പേറിയ അനുഭവങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ ചില ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ നടുവിൽ, ചില പ്രത്യേക തരത്തിലുള്ള തകർച്ച, ചില പ്രത്യേക പരാജയങ്ങൾ, ചില പ്രത്യേക തരത്തിലുള്ള അപകടങ്ങൾ, അനർത്ഥങ്ങൾ, ഇതൊക്കെ വരുമ്പോൾ പാപത്തിൻ്റെ വഞ്ചന ഇതാ ജീവിതത്തിലേക്ക് കടന്നു വരും. ദൈവത്തോടൊരു എതിർപ്പ്, ആത്മീയ വഴികളോടൊരു എതിർപ്പ്, ഒരു പ്രത്യേക തരത്തിലുള്ള മാർക്കടമുഷ്ടി, ഒരു ദുർസ്വഭാവം, അതെല്ലാം ജീവിതത്തിലേക്ക് കയറി വരും. അപ്പോൾ നല്ല ഉപദേശങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിന് പറ്റിയ വിധത്തിലുള്ള ആളുകളെ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കും. ചിലപ്പോൾ പ്രാർത്ഥനാ ഗ്രൂപ്പ് അംഗങ്ങളായിരിക്കും, ചിലപ്പോൾ ഇടവകയിലെ തലമുതിർന്നവരായിരിക്കും, ചിലപ്പോൾ കുടുംബത്തിലെ ബന്ധുക്കളായിരിക്കും, ചിലപ്പോൾ ഭവനത്തിലെ നല്ല ജ്ഞാനമുള്ളവരായിരിക്കും. അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ സ്വർഗം തന്നെയാണ് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ശ്ലീഹ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ എല്ലാ ദിവസവും പരസ്പരം ഉപദേശിക്കുവിൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കൂടെയുള്ള ഒരു ആത്മാവ് നിത്യരക്ഷയിൽ നിന്ന് താഴ്ത്തേക്ക് പോകരുത്, നിത്യ നരകാഗ്നിയിലേക്ക് പോകരുത്. ഉപദേശം ആവശ്യമാണ്, ഉപദേശം ആവശ്യമാണ്. ഉപദേശിക്കുന്നവരെ ദൈവം മാനിക്കുന്നുണ്ട്, ഉപദേശങ്ങൾക്ക് ദൈവം വില കൽപ്പിക്കുന്നുണ്ട്, ദൈവവചനവും ഉപദേശങ്ങൾക്ക് വില കൽപ്പിക്കുന്നുണ്ട്. പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിൽ പൂരിതമായി പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ അപ്പോസ്തലനായ പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തിലെ ഒരു രീതിയെക്കുറിച്ച് അപ്പോസ്തല പ്രവർത്തനത്തിൽ 20-ാം അധ്യായത്തിൽ 31-ാം വാക്യത്തിൽ ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. 3 വർഷം രാപകൽ കണ്ണുനീരോടുകൂടെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല എന്ന് നിങ്ങൾ അനുസ്മരിക്കുവിൻ. പ്രിയപ്പെട്ട അമ്മമാരെ, പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, മക്കളെ ഉപദേശിക്കുന്നതിൽ നിന്ന് വിരമിക്കരുത്. 3 വർഷം കണ്ണുനീരോടുകൂടെ എല്ലാ ഉപദേശങ്ങളും പെട്ടെന്ന് ഇരുകാലങ്ങളിൽ നേടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. ചിലപ്പോൾ എതിർപ്പുണ്ടാവും, ചിലപ്പോൾ പുറംതിരിഞ്ഞ് നടക്കും, ചിലപ്പോൾ മൈൻഡ് ചെയ്യില്ല. എങ്കിലും ശ്ലീഹ എന്ത് ചെയ്തു? മനസ്സിൽ നിരാശപ്പെടാതെ ദൈവത്തിൽ ശരണപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിച്ച് ശ്ലീഹ രാപകൽ കണ്ണുനീരോടുകൂടെ ഉപദേശിക്കുന്നതിൽ നിന്ന് വിരമിക്കാതെ അവരുടെ നടുവിൽ ഒരു ഉപദേശങ്ങൾ നൽകുന്ന വ്യക്തിയായി നിലകൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉപദേശങ്ങൾക്ക് വിലയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതെന്തിനു വേണ്ടിയാണ് ശ്ലീഹ ഇങ്ങനെ ചെയ്തത്? അടുത്ത വചനത്തിൽ രേഖപ്പെടുത്തുകയാണ്, ഇത് നിങ്ങൾക്ക് ഉത്കർഷം വരുത്തുന്നതിനും സകല വിശുദ്ധരുടെയും ഇടയിൽ അവകാശം തരുന്നതിനും വേണ്ടി തന്നെ. ഉത്കർഷം ഉണ്ടാക്കുക, എല്ലാ വിശുദ്ധരുടെയും ഇടയിൽ അവകാശം ലഭിച്ച് നല്ല സൂര്യനെ പോലെ തിളങ്ങി നിൽക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയാകുക. ഇതിന് നമ്മളെ നല്ല ഉപദേശങ്ങൾ സഹായിക്കും. അതുകൊണ്ട് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 13-ാം അധ്യായം 13 മുതൽ 15 വരെ തിരുലിഖിതങ്ങൾ എല്ലാ ദൈവമക്കളെയും പഠിപ്പിക്കുകയാണ്. ഉപദേശം നിന്ദിക്കുന്നവൻ തനിക്ക് തന്നെ നാശം വരുത്തി വെക്കുന്നു.
കൽപ്പന ആദരിക്കുന്നവന് പ്രതിഫലം ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. കൽപ്പന ആദരിക്കുന്നവന് പ്രതിഫലം ലഭിക്കും. ഇതാ ആ ചെന്നൈയിൽ നിന്നുള്ള ആ കുട്ടിയുടെ അനുഭവം തന്നെ എടുക്ക്. ഇവന് 19 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടിയാണെന്ന് ഓർക്കണം. നല്ല കോഴ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അവനങ്ങനെ കൈയെല്ലാം പഴുത്ത് അസ്ഥി പുറത്തേക്ക് കാണുന്ന വിധം ശരീരത്തിലെ മാംസം പഴുത്തിരിക്കുകയാണ്. അങ്ങനെ പഴുത്തിരിക്കുമ്പോൾ അയ്യോ എൻ്റെ കൈ പോയേന്ന് പറഞ്ഞ് നിരാശയും വേദനയും കരച്ചിലും നിലവിളിയും, വേദന സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ അമ്മ അവരോട് പറഞ്ഞു, ഇന്ന് ഞായറാഴ്ചയാണ്, ഷാലോൺ TV നമുക്ക് തുറക്കാം, ഷാലോൺ TVയിൽ വചനപ്രഘോഷണമുണ്ട്, അത് കേൾക്കാം, അഭിഷേകത്തിന് പ്രോഗ്രാമിൽ പങ്കുചേരാം, കർത്താവ് അനുഗ്രഹിക്കും. ഒരു ഉപദേശമാണത്. അവൻ ആ 19 വയസ്സുള്ള ആൺകുട്ടി ആ ഉപദേശത്തെ സ്വീകരിച്ചു. ആ അമ്മയോട് കൂടെ അവൻ ആ സമയം യേശുവേ എന്ന് വിളിച്ച് കുടുംബാംഗങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് അവൻ്റെ ജീവിതത്തിന് അനുഗ്രഹമായി മാറി. അതാണ് സുഭാഷിതം 13:13 പഠിപ്പിക്കുന്നത്. കൽപ്പന അനുസരിക്കുന്നവന്, ഉപദേശത്തെ ആദരിക്കുന്നവന് പ്രതിഫലം ലഭിക്കും. ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവയാണ്. മരണത്തിൻ്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അത് സഹായിക്കുന്നു. ഒരുപക്ഷെ അമ്മയായിരിക്കാം, ഒരുപക്ഷെ അപ്പനായിരിക്കാം, ഒരുപക്ഷെ കുടുംബത്തിലെ മൂത്ത കൂടപ്പിറപ്പുകളായിരിക്കാം, ഒരുപക്ഷെ പ്രാർത്ഥനാ ഗ്രൂപ്പ് അംഗങ്ങളായിരിക്കാം, വികാരിജനോ സിസ്റ്റർമാരോ ആയിരിക്കാം. ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവയാണ്. മരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അത് നമ്മെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു ഉപദേശം ദൈവം വെറുതെ വിടുന്നതെന്ന് ചിന്തിക്കരുത്. നമ്മുടെ ജീവിതത്തിലേക്ക് എരച്ചു കയറി വരുന്ന പല അനർത്ഥങ്ങൾ ഒഴിവാക്കാൻ, പല മരണങ്ങൾ ഒഴിവാക്കാൻ, പല ദുരന്തങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ദൈവം സ്വർഗത്തിലെ ദൂതനെ അയക്കുന്നത് പോലെ തന്നെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെയും അയക്കുമെന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള മനുഷ്യന്മാർ വരുമ്പോഴാണ് അവർ നല്ല കാര്യങ്ങളെ നമ്മളോട് പറയാൻ തുടങ്ങുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവയാണ്. മരണത്തിന്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അത് നമ്മെ സഹായിക്കുന്നു. സൽബുദ്ധി പ്രീതി ജനിപ്പിക്കുന്നു. അവിശ്വസ്തരുടെ മാർഗങ്ങളാകട്ടെ അവർക്ക് നാശം തന്നെ വരുത്തി വെക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് സുഭാഷിതങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം 18-ാം തിരുലിഖിതത്തിൽ പഠിപ്പിക്കുകയാണ്, ഉപദേശം അവഗണിക്കുന്നവന് ദാരിദ്ര്യവും അപമാനവും നേരിടുന്നു. ശാസനം ആദരിക്കുന്നവനാകട്ടെ ബഹുമാനിക്കപ്പെടുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനസ്സിനൊരു തെളിഞ്ഞ അവസ്ഥ വേണം. ഒരു നല്ല മനുഷ്യൻ ഒരു ഉപദേശം തരുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ മുതിർന്നവർ ഒരു ഉപദേശം തരുമ്പോൾ, ജീവിത അനുഭവങ്ങളുടെ നിറവിൽ നിൽക്കുന്നവർ ഒരു ഉപദേശം തരുമ്പോൾ അത് സ്വീകരിക്കണമെങ്കിൽ ഹൃദയത്തിനൊരു തെളിമ, ഒരു നല്ല ഒരു നിറവ്, ഒരു അഭിഷേകം, ഒരു ആത്മാവിൻ്റെ ടച്ച് ഇതുണ്ടെങ്കിൽ ഈ ഉപദേശം സ്വീകരിക്കാൻ എളുപ്പമുണ്ട്. 2 കരങ്ങൾ ഉയർത്തി ഈ സമയം എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പരസ്പരം ഉപദേശിക്കുമ്പോൾ ദൈവമേ, ഒരുപക്ഷെ സ്വീകരിക്കുന്ന അവസ്ഥയല്ല, എല്ലാം തിരസ്കരിക്കുന്നു, ആരും മൈൻഡ് ചെയ്യുന്നില്ല. എങ്കിൽ പോലും പകലുകൾ പരസ്പരം എല്ലാ ദിവസവും ഉപദേശിക്കുന്നില്ലെന്ന് വിരമിക്കാതിരിക്കാൻ എല്ലാവരും അങ്ങ് അഭിഷേകം ചെയ്യണമേ. ഓരോ കുടുംബങ്ങളിലും പരസ്പരം ഉപദേശിക്കാനുള്ള ഈ അഭിഷേകത്തെ പകരണമേ. ഓരോ ഇടവകകളിലും ഓരോ സ്ഥാപനങ്ങളിലും പരസ്പരം ഉപദേശിക്കാനുള്ള ഈ അഭിഷേകത്തെ നൽകണമേ. അങ്ങനെ സാത്താന്റെ കുതന്ത്രങ്ങളെ തകർക്കാൻ കർത്താവേ, കുടുംബങ്ങളിൽ തന്നെ അവിടുന്ന് ഉപദേശകരെ ഉയർത്തണമേ കർത്താവേ. കൂടപ്പിറപ്പുകളുടെ ഇടയിൽ തന്നെ ഉപദേശകരെ ഉയർത്തണമേ കർത്താവേ. കോൺവെന്റിൽ ഉപദേശകരെ ഉയർത്തണമേ കർത്താവേ. ഇടവകളിൽ ഉപദേശകരെ ഉയർത്തണമേ കർത്താവേ. പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഉപദേശകരെ ഉയർത്തണമേ കർത്താവേ. നല്ല ഉപദേശങ്ങൾ, സ്വർഗത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന നല്ല ഉപദേശങ്ങളെ ഭൂമിയിൽ മനുഷ്യർക്ക് പകർന്നു കൊടുക്കുന്ന നല്ല ദൂതന്മാരെ ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉപദേശത്തോട് മല്ലടിക്കുന്ന എല്ലാ അരുവികളെയും നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ട ദൈവമക്കളിൽ നിന്ന് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. വിട്ടുമാറിപ്പോവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉപദേശത്തെ സ്വീകരിച്ച് ഉത്കർഷത്തിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിക്കുന്ന ദൈവകൃപയുടെ ആത്മാവ് ഇപ്പോൾ നിറയട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ആരാധന. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ദാനമായെല്ലാം നൽകുന്ന കാരുണ്യമേ. ഹല്ലേലൂയ. വിശുദ്ധ ലിഖിതങ്ങളിലൂടെ നമ്മുടെ രക്ഷിതാവായ കർത്താവ് നമ്മോട് പറഞ്ഞു, രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് അവിടുന്ന് നീതി പുലർത്തുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അവിടുന്ന് അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കുക തന്നെ ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിലവിളിക്ക് ഉത്തരം തരുന്ന കർത്താവ് ബൈബിളിലെ ദൈവം. രണ്ട് കരങ്ങളും രക്ഷിതാവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. ഇതാ യേശുവാണ് നമ്മുടെ സന്നിധിയിൽ. ഇതാ സത്യമായി യേശുവിൻ്റെ സാന്നിധ്യമാണ് ഇവിടെ. നിങ്ങൾ സമ്മേളിച്ചിരിക്കുന്ന മുറി മുഴുവനിലേക്കും ഇപ്പോൾ യേശുവിൻ്റെ വചനത്തിന് ശക്തി, തിരു രക്തത്തിന് ശക്തി, തിരുനാമത്തിന് ശക്തി നിറയുകയാണ്. കരങ്ങളെ ഉയർത്തുക, യേശുവിലേക്ക് നോക്കുക. എല്ലാവരും വിളിക്കട്ടെ, യേശുവേ യേശുവേ. ഓ മഹത്വത്തിൻ്റെ രാജാവേ, കുടുംബങ്ങളിലേക്ക്, സ്ഥാപനങ്ങളിലേക്ക് ഇടിമിന്നൽ പോലെ അത്ഭുത ശക്തി പ്രവഹിക്കട്ടെ. കാലങ്ങളായി ഈ കുടുംബങ്ങളിൽ തളം കെട്ടി കിടക്കുന്ന എല്ലാ തകർച്ചകളുടെ മേലും അത്ഭുത ശക്തി വ്യാപരിച്ച് എല്ലാ തകർച്ചകളും പരാജയങ്ങളും കണ്ണുനീരും എല്ലാ അധപതനങ്ങളും യേശു നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഈ കുഞ്ഞുങ്ങളെല്ലാം അത്ഭുത സൗഖ്യം പ്രാപിക്കട്ടെ. ഇപ്പോൾ രോഗികളുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും രോഗികൾ യേശുവിന്റെ നാമത്തിന്റെ അത്ഭുത ശക്തിയാൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, പ്രാർത്ഥന, മരവിപ്പ്, മന്ദത, വെറുപ്പ്, വിദ്വേഷം, ദൈവത്തോട് സ്നേഹമില്ലായ്മ, എല്ലാ തരത്തിലുള്ള ദുരദൃഷ്ടങ്ങളും യേശു നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന, യേശുവേ